ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ നോമ്പ് തുറ വിശേഷമാണ് കേട്ടോ. അപ്പോൾ വെറും നോമ്പ് തുറ എന്ന് പറയാൻ പറ്റില്ല, ജഗ പോക നോമ്പ് തുറയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കണ്ടു വെക്കുക. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോവുകയാണ്. നമ്മൾ ലുസാലി മറീന ബീച്ചിലെ നൈറ്റ് വൈബ് അറിയാനും അതുപോലെ തന്നെ പിന്നെ പേൾ ഖത്തറിലെ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പേൾ ഖത്തറിൽ വെച്ചിട്ട് നമുക്ക് നോമ്പ് തുറ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ ഫാമിലിയും കൂടെ ഉണ്ട്. വെള്ളം കുടിക്കാൻ മറന്നാ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇറങ്ങാം. അങ്ങനത്തെ പോണ വഴിക്ക് ഞങ്ങളിത് അവിടെ ടീ ടെന്റിൽ ആദ്യം കയറുകയാണ് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളും വാങ്ങിക്കണം. ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. കാരണം നമുക്ക് എവിടുന്നാണ് ബാങ്ക് കൊടുക്കണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ തവണ ഫാദും കിച്ചും കൂടി ഇറങ്ങിയിട്ടാണ് കേട്ടോ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനും നെൽസും കൂടി പറഞ്ഞ് ഇത്തവണ ഞങ്ങൾ ഇറങ്ങിയിട്ട് വാങ്ങിക്കോളാന്ന്. പിന്നെ ഇനി സ്നാക്സ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾക്ക് നേരിൽ ഇറങ്ങി കണ്ടു നോക്കി വാങ്ങണ ഒരു സുഖം വേറെ കിട്ടില്ലല്ലോ. പഴമൊരു കണ്ടോ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഐറ്റംസ് ഒക്കെ പരിചയപ്പെടുത്തി കേട്ടോ. ഞങ്ങൾക്ക് കൊക്കവട അല്ലേ? ഇതെന്താ സംഭവം? അത് മുട്ട ബജിയാ. ഇതിന്റെ ഉള്ളിൽ ഈത്തപ്പഴത്തിന് വലിപ്പം എന്തായിരിക്കുമല്ലോ? അവർക്ക് മാവല്ലേ? പഴംപൊരി, കൊക്കവട, ബജി, മുളക് ബജി ഇട്ടോ. ഞങ്ങള് പറഞ്ഞ കുട്ടിന്റെ പേരെ കേട്ടെങ്കിൽ ചിക്കൻ ദോശ പപ്സ്, ചിക്കൻ അട്ടിപ്പത്തിരി, ഇലയട, മുട്ടപ്പത്തില്, ഇറച്ചിപ്പത്തില്, തരിക്കഞ്ഞി ഉണ്ട്. തരിക്കഞ്ഞി വേണ്ട. വണ്ടി ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട് ഇവിടെ. നല്ല കളിയിലോ ബോൾ കളിക്കാം. മൂൺ ടവർ ഇല്ലേ? കഴിഞ്ഞ തവണ കാണാൻ പറ്റിയില്ല. അതന്നെ മൂൺ ടവർ. മൂണിന്റെ ഷേപ്പ് പോലെ അല്ലേ ഇങ്ങനെ? നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഉള്ളിൽ സംസാരിക്കുന്ന കാര്യം കൂടി ഒന്നും കേൾക്കാനില്ല. അത്രക്ക് കാറ്റാണ്, നല്ല കാറ്റിൻ്റെ ശബ്ദമാണ്. ഫോൺ തന്നെ ഞാൻ രണ്ട് കൈയോട്ട് നല്ല മുറുക്കി പിടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും കണ്ടില്ലേ, എന്നെ തീരാത്ത അത്രയും ഫ്ലാറ്റുകളാണ് കേട്ടോ. അത് കണ്ടില്ല, ഇത്രയോളം മനുഷ്യന്മാർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമോ എന്ന് ഞാൻ കിച്ചുവിനോട് സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കിച്ചു കറി കണ്ട ഫ്ലാറ്റ് മൊത്തം മണ്ണിട്ട് നികത്തി ഉണ്ടാക്കിയതാണല്ലോ എന്ന് പറയാം. അപ്പം എനിക്ക് വേറൊരു സംശയം, അപ്പോൾ ഈ നാട്ടിൽ മണ്ണ് കിട്ടുമെന്ന് അത് ചോദിച്ചപ്പോൾ എൻ്റെ കെട്ടിയോൻ പറയാ, ഇല്ല, നാട്ടിൽ നിന്ന് കൊടുന്നിട്ട് ഉണ്ടാക്കിയതാ, മളയിൽ കണ്ട മണ്ണ് മൊത്തം നാട്ടിൽ നിന്ന് കൊടുന്നിട്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ കെട്ടിയോനോട് പിന്നെ കാര്യത്തിനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒരു മറുപടി ചങ്ങയുടെയൊക്കെ കിട്ടൂല. അപ്പോൾ അത് പറയാ, ഇല്ല, ദുബായിൽ നിന്ന് ഇവിടുന്ന് കൊടുന്നതാണ് എന്നൊക്കെ പറയായിരുന്നു. ഇനി പോകാൻ പറഞ്ഞത് എന്താണ് വല്ലാപോലെ എന്തായാലും മണ്ണിട്ട് ഉണ്ടാക്കിയതാണ് അത്ര ഇതൊക്കെ എന്ന് പറയായിരുന്നു. അപ്പുറം ഇപ്പുറമൊക്കെ നിറയെ ഫ്ലാറ്റുകളാട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കാണാനും കണ്ടില്ലേ. പിന്നെ ഒരുപാട് നല്ല നല്ല ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ ഒരുപാട് രസമുള്ള കാഴ്ചകൾ. അങ്ങനെ ഇതാ ചുറ്റിലുള്ള കാര്യങ്ങളും കാഴ്ചകളും സംശയങ്ങളും ഒക്കെ തീർത്ത് ഞങ്ങൾ ഇതാ അവിടെ പേൾ ഖത്തറിലെത്തിയിട്ടാ. ഇതിന്റെ ഇവിടെ ഒരുപാട് റീൽസുകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു നടുവ് കൂടെ അങ്ങനെ പോകൂലേ, നടുവിലൂടെ. അതല്ലത് സംഭവമാടാ ആ നടുവിലൂടെ പോട്ടി പോണത് അല്ല? അതല്ലത് തന്നെയാണത്. ഈ നടുവ് കൂടെ ഇങ്ങനെ വീട്ടിൽ പോണേ. എന്നെപ്പോലെ ഓരോരുത്തർ ഇങ്ങനെ അതാ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഇതുപോലെ വീഡിയോസ് എടുത്തിടുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എത്തുമ്പോൾ മുന്നേ എവിടെയോ കണ്ട ഒരു ഫീൽ വരട്ടെ. ഇത് ഈ സ്ഥലം ഞാൻ ഒരുപാട് റീൽസിലും കാര്യങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുന്നെപ്പോഴോ കണ്ട ഒരു പോലെ തോന്നുന്നു. ഇവിടെ കണ്ടില്ല, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്, അല്ല അപ്പുറമില്ല ഇപ്പുറം ഒരുപാട് കഫകളും കാര്യങ്ങളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏകദേശം ബാങ്ക് കൊടുക്കാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് സെറ്റാക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. അത് മറ്റേ കണ്ണടക്കെ വെച്ച ലുക്കാ. അത് വേണ്ടെങ്കിൽ നിങ്ങളെ അണ്ടിപ്പരിപ്പിന് വേണമെങ്കിൽ വെച്ചോളി. എടച്ചെന്തിനാ മുന്തിരി അവിടെ പോയിക്കണേ ചേച്ചി പറ. ഓൾത് കേട്ടോ, ഓരോ ഫാമിലി ഫോട്ടോ കേട്ടറാ. എടാ ഇടയിൽ കയറി നിന്നടാ. ഞങ്ങളൊക്കെ കണ്ട 4 ഭാഗത്ത് കുത്തി തിരികെ വരല് കയറിയാണ് നിന്നുണ്ട്.
അങ്ങനെ ഇരുട്ടാവണതിൻ്റെ മുന്നേ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനെടുത്ത റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ നമ്മളുടെ ഇൻസ്റ്റാ അക്കൗണ്ടും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ റീൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയട്ടാ. പിന്നെ ഞാനും കിച്ചും കൂടി ഫോട്ടോ എടുക്കാൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 1-2 ഫോട്ടോ ഒന്നും മര്യാദക്ക് ഇതുപോലെ കിട്ടിയിട്ട് പോലും ഇല്ല. കാരണം വെച്ചാൽ അപ്പോൾ അതിന് ആറ്റും ബബിളിനും ഇടയിൽ കയറി വരും. ഞങ്ങൾ തമ്മിൽ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാനായി മക്കൾ എന്താണെന്ന് അറിഞ്ഞൂടെ വല്ലാത്ത അസൂയ പോലെയാണ് ഓൽക്ക്. അപ്പം ഇടയിൽ കൂടെ കയറി വരും. ഇനി എത്ര കണ്ണു വെട്ടിച്ചെടുക്കാൻ നോക്കിയാലും ഓരോ സമ്മതിക്കില്ല. അയ്യോ കിച്ചുപ്പന്തിനെ പൊക്കി നോക്കി ബാക്കി അപ്പോഴാണ് ഞാനും കണ്ടത്. ഓൻ പോരാൻ നേരത്തൊന്ന് ബാത്റൂമിൽ പോയിരുന്നു. അപ്പൊ പാൻറ് തിരിച്ചിട്ടിരിക്കാണ്. ആ കുഴപ്പമില്ല, അറിയണമൊന്നുമില്ല. മൂത്രമൊഴിക്കാൻ മുട്ടി എന്ത് ചെയ്യും? കുട്ടിയെ കൂടെ അതിനെ വിളിച്ച ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയില ശ്രദ്ധിച്ചതിൽ ഇതിന് പാൻറ് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ എന്തായാലും അതവിടെ കിടക്കട്ടെ വിചാരിച്ചു പോകും. വലുതാവുമ്പോൾ കാണുമ്പോൾ എനിക്കൊരു രസമല്ലേ, അപ്പോൾ കണ്ട് ചിരിക്കാമല്ലോ. അല്ലെങ്കിലും നമ്മളെ ഫോട്ടോസും റീൽസും വീഡിയോസും ഒക്കെ കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. ഇതാണ് കാറിൽ പുതിയ മോഡൽ കരക്കലോ പുളിച്ചാറിന്റെ പോലത്തെ കാരക്ക വേന്നെ. പുളിച്ചാറിന്റെ പോലത്തെ കാരക്ക നിങ്ങൾക്ക് കാര കിട്ടിയോ? പേരക്ക കാരക്ക നിങ്ങൾക്കൊക്കെ എത്ര നോമ്പിരുന്നു? നോമ്പുള്ളോലെക്കാട്ടിലും വലിയ നെൽഷയുടെ വെറൈറ്റി അപ്പം നല്ല ഡെക്കറേഷൻ ഒക്കെ ഉണ്ടല്ലോടി. വേസ്റ്റ് ഒക്കെ കവറിൽ കൂടി കേട്ടാ. ഇതട്ടോ എന്നാ ഫ്രൂട്ട്സ് ബബുലു ബബുലു കൊണ്ടിരുന്നേ. എന്നാ ഫ്രൂട്ട്സ് ആ പൈനാപ്പിൾ തരാം. ഒരു ഗ്ലാസ് കൂടി മിന്റിയുടെ കയ്പുണ്ടല്ലോ അല്ലേ? അതിനാണ് ചക്കര കൂട്ടി അടിക്കാന്ന്. അപ്പൊ പൈനാപ്പിളും വാട്ടർമെലോണൊക്കെ കഴിച്ചോളൂ. അങ്ങനെ ഇതാ ബാങ്ക് കൊടുത്തു കേട്ടാ. ബാങ്ക് കൊടുത്തപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ വണ്ടിയിലായിരിക്കണം. പിന്നെ അതൊക്കെ പാടും കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കഴിക്കാനുള്ള അതല്ല, ഒരു സിറ്റി പോലെയാണല്ലോ അപ്പോൾ അവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലല്ലേ നമുക്ക് അവിടെ വെച്ച് കൊണ്ടുപോയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഞങ്ങൾ ഇത്തവണത്തെ നോമ്പ് വേറെ ഇന്നത്തെ നോമ്പ് വേറെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചായിട്ടാ. എല്ലാതും വേണമല്ലോ എക്സ്പീരിയൻസ് ചെയ്യല്ലേ. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ നോമ്പ് വേറെ വണ്ടിൻ്റെ ഉള്ളിലായിക്കോട്ടെ. നോമ്പുള്ള വലിയമാർക്കും വലിയപ്പാർക്കും ആദ്യം കൊടുക്കുക. ഈ മുളക് ബജിന്റെ ഉള്ളിൽ എന്തൊക്കെയാ സ്റ്റഫ് ചെയ്തിട്ടാണ്. അത് കഴിച്ചോക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. മുളക് ബജിന്റെ ഉള്ളിൽ എന്തോ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. പഴംപൊരി മക്കളെ അപ്പൊ തന്നെ തിന്നു. കൊക്കവട ഉണ്ട്, കൊക്കവട കൊക്കവട മുട്ട ബജി മുളക് ബജി കൊക്കവട. അങ്ങനെ മക്കളും ഞങ്ങളും തട്ടലും മറിച്ചലും തീറ്റും കൂടിയൊക്കെ പാടിയായിട്ടൊരു ജഗ്ഗ പോക നോമ്പ് തുറയായിരുന്നിട്ട് ഞങ്ങൾ വണ്ടിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓലെ ഏകദേശം അതിന്റെ ലെവൽ വരെ ആക്കിയതാ തോന്നണം. ലണ്ടൻ ബ്രിഡ്ജിമേ കയറടാ. അതെ അന്റെ ചെക്കിന് ഇതിൽ ചാടണത്രേ. കൂടെ പോയിട്ട് ചാടാ വാ. അങ്ങനെ പോ ചാടാൻ. അങ്ങനെ പുറത്തിറങ്ങണ വരെ ഒരു ഇന്റെ പള്ളിയിൽ കിടന്ന് ചാടിയില്ലേ. പുറത്തിറങ്ങണ കുറച്ച് എന്റെ പള്ളിയിൽ കിടന്ന് ചാട. അതെ ഇതിട്ടാ നോക്കി മൂൺ ടവർ അതെ രാത്രിയിൽ കണ്ടോളി. ആരോടെ വർണ്ണിച്ച് ഓടും എൻ്റെ ഒരു മൂൺ ടവർ എന്നൊരു പടം ആൾക്കാർ. ഒരു 5-6 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ഓരോരുത്താക്കിയിട്ട് വരാൻ. ഒറ്റതിനെ കൊല്ലൂല. ചെക്ക് ഇക്കൊരാഗ്രഹം വെച്ചാ ആ മൂൺ ടവറിന്റെ നടുവിൽ ഇങ്ങനെ നിക്കണം. അല്ലടി എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണം അല്ലേ? അതിന് നടുവിൽ ഇങ്ങനെ നിന്നിട്ട്
ടോയ്ലറ്റിന്റെ കാര്യം പറയല്ലേ, ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞ അപ്പം മൂത്രയിക്കുന്ന ഒരു മകളുടെ ഇവിടെ ലോക്കാക്കില്ലേ. അതാ ടോയ്ലറ്റ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ലുസാലി മറീനയിലാണ് കേട്ടോ. അത് ഓരോന്നിന്റെ പേര് പറയാൻ തന്നെ ഉള്ളൂ, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞ വഴിക്ക് പോകാൻ തന്നെ പോലെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ കാണാനായിട്ട്. ശരിക്കും ഫുൾ പ്രകാശിച്ച് നിൽക്കുകയാണ് കേട്ടോ. എവിടെ നോക്കിയാലും നമ്മളെ പൂരപ്പറമ്പ് പോയ അതേ ഫീൽ ചെയ്യുന്ന പോലെയാണ്. എന്തൊരു ഭംഗിയാണ് ഇല്ലേ. ഞാൻ പറയുമായിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്ര ഒരു കറണ്ട് ബില്ല് വേണ്ടിയായിരുന്നു എൻ്റെ റബ്ബേന്ന്. അപ്പം അമ്മ അതിന് പ്രകാശിച്ച് നിൽക്കുകയാണ്. എന്തായാലും നല്ല രസമുള്ളൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ മൂൺ ടവർ നമ്മൾ അപ്പുറം ഇപ്പുറം നിന്നൊക്കെ എവിടെ ഖത്തറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പല ഏരിയയിൽ കണ്ടിരുന്നത്, ദൂരം നിന്നിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അതവിടെ ലുസാലി മറീനയിൽ വന്നിട്ട് എടുത്ത് നിന്നിട്ട് കാണാൻ പറ്റിയിട്ട് അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രിയിലായിട്ട് കാണാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ വ്യൂ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ കാണുമ്പോഴാണ് എടുത്ത് ചെന്ന് നോക്കുമ്പോൾ നമുക്ക് ഫുൾ ക്യാമറയിൽ തന്നെ ഫുള്ളായിട്ട് കിട്ടാത്ത പോലെ. തുളസി എന്നാണ് അറബി തുളസി. ഊരവേദനക്കാണ് നല്ലതാണ്. ആണെങ്കിൽ 2-3 ഇല പൊട്ടിച്ചു. എവിടെ അങ്ങനല്ല വിറ്റ് ഇങ്ങോട്ട് നോക്കി. വീട്ടിലിരുന്നാലും പോയി പുറത്തിറങ്ങിയാലുള്ള എവിടെ വന്നാലും ഇതാണ് അവസ്ഥ. എവിടെ വന്നാലും കാട്ടും. എന്നാ പിന്നെ ഇവർക്ക് കാട്ടും വെച്ചോടത്ത് വിലയിരുത്തിയാൽ നമുക്കെന്ത് സുഖമായിട്ട് പോയി വരാം. ഇല്ലേ ഇത് നമ്മൾ എടുത്തുനിന്നെത്തിയ ഇതിലൊതുങ്ങൂല. ദൂരം തന്നെ ഭംഗിയല്ല, ദൂരം നിന്ന് എടുക്കുന്നതാകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ ടവർ ഒതുങ്ങുള്ളൂ. ഇപ്പം അതിൻ്റെ ഏറ്റവും അടിയിലെത്തിയിട്ടാ. അങ്ങനെ ഞങ്ങൾ ലുസാലിൽ നിന്നും കുറേ വീഡിയോസും ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഇതിന് വിശന്നിട്ട് തള്ളക്ക് വിളിക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്ന അൽക്കോറിലേക്ക് നമ്മളുടെ പാനോ റെസ്റ്റോറൻറ്റിൽ വന്ന് മെനു കടക്ക് നോക്കി കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട്. ഈ ഒരു സംഭവം എന്താ പേര് എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആദ്യം വന്നത് ഇതാണ്, എല്ലാം ഓർഡർ ചെയ്തിട്ട് ഫസ്റ്റ് സംഭവം വന്നത് ഇതാണ്. പക്ഷേ എനിക്ക് ഫുഡ് എത്തിയപ്പോൾ അതിൻ്റെ പ്ലേറ്റ് കാലിയായി. മക്കളാണെങ്കിലും ഞങ്ങളാണെങ്കിലും വല്ല പോപ്കോൺ കഴിക്കണ പോലെ പ്രാവശ്യമായിട്ട് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ അവർ സ്റ്റാർട്ടേഴ്സായിട്ട് ഈ ഒരു ജ്യൂസും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടിയും കൂട്ടി ഞങ്ങളത് ആ പ്ലേറ്റ് കാലിയാക്കി. പിന്നെ ഞങ്ങളെ ഫുഡ് വന്ന് അപ്പം എന്തായിരുന്നു ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ബീഫും അതുപോലെ തന്നെ മാങ്ങട്ടുള്ള നല്ല ഫിഷ് കറിയും പൊറാട്ടയും പിന്നെ എന്തായിരുന്നു മിക്സഡ് ഫ്രൈഡ് റൈസും ഒക്കെ പാടിണ്ടായിട്ട് വയർ ഫുള്ളാക്കി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീക്കെൻഡായിട്ട് ഞങ്ങളത് മാക്സിമം കുട്ടികളൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുക. അതുപോലെ ഇന്നത്തെ ഞങ്ങളുടെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും എല്ലാവർക്കും അസ്സലാമ.